ബത്തേരി സ്വദേശി ഹേമചന്ദ്രൻ കൊലപാതകത്തിൽ മുഖ്യപ്രതി നൌഷാദിനെ ഇന്ന് കോഴിക്കോട്ട് എത്തിക്കും. ബംഗളൂരു വിമാനത്താവളത്തിൽ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗം തടഞ്ഞുവെച്ച നൌഷാദിനെ ഇന്നലെ രാത്രിയോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിയുടെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അഭിജിത്ത്, നൌഷാദിനെ ഇന്നിപ്പോൾ ബംഗളൂരുവിൽ നിന്ന് എത്തി, ഇപ്പോൾ നമ്മൾ ബംഗളൂരുവിലെത്തി പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ബത്തേരി ഹേമചന്ദ്രൻ കൊലപാതകം ഏറെ നാളുകൾക്ക് ശേഷം ചുരുളഴിഞ്ഞ കൊലപാതകമാണ്. പ്രതിയുടെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. പ്രതി കരുതിയത് താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്നാണ്. പക്ഷേ ഒടുവിൽ നിർണായകമായ ചില സൂചനകൾ പോലീസിന് ലഭിച്ചു. പോലീസിന്റെ പഴുതടച്ചുള്ള അന്വേഷണം ഒടുവിൽ പ്രതിയെ പോലീസ് കൈയോടെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിപ്പോൾ ബംഗളൂരുവിലെത്തി പോലീസ് പിടികൂടിയതാണ്. ഇനിയിപ്പോൾ ഉടനെ തന്നെ കോഴിക്കോട്ട് എത്തിക്കും, അല്ലേ? തീർച്ചയായും അരുൺകുമാർ, നൌഷാദുമായി അന്വേഷണ സംഘം കോഴിക്കോട്ടേക്കുള്ള യാത്രയിലാണ്. ഏതാണ്ട് 9 മണിയോടടുപ്പിച്ച് അന്വേഷണ സംഘം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലെത്തും. ഇവിടെ എത്തിയതിന് ശേഷമാകും പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുക. ഇയാളെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം കുറച്ചധികം ഉത്തരങ്ങൾ കൂടി പോലീസിന് ലഭിക്കേണ്ടതുണ്ട്. ആരാണ് ഈ കൊലപാതകത്തിന് നൌഷാദിന് കൂട്ടുനിന്നത്? ഇയാളും മറ്റ് 3 പേരും മാത്രമാണോ കൊലപാതകത്തിന് പുറകിലുള്ളത്? എന്താണ് വ്യക്തമായ കാരണം? ഈ ഹേമചന്ദ്രനെ കൊലപ്പെടുത്താനുള്ള വ്യക്തമായ കാരണം എന്ത്? തുടങ്ങിയ നിരവധി ചോദ്യങ്ങൾ പോലീസിന് മുൻപിലുണ്ട്. നൌഷാദിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നതോടുകൂടി ആ ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരമാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. ഇന്നലെയാണ് നൌഷാദ് ബംഗളൂരു ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനമിറങ്ങിയത്. ആദ്യം യുഎയിലുള്ള ഇയാൾ ആദ്യം കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസിനെ കബളിപ്പിച്ച് ഇയാൾ നേരെ ബംഗളൂരുവിലെത്തി. ബംഗളൂരുവിലേക്ക് ഇന്നലെ തന്നെ പോലീസ് പുറപ്പെടുകയും ചെയ്തു. അവിടെ വെച്ച് ഇമിഗ്രേഷൻ വിഭാഗമാണ് ഇയാളെ തടഞ്ഞു നിർത്തിയത്. കാരണം ഇയാൾക്കെതിരെ ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ പോലീസ് പുറപ്പെടുവിച്ചതാണ്. ഏതായാലും നിലവിൽ ഇപ്പോൾ നൌഷാദ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. അല്പസമയത്തിനകം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും ചെയ്യും. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കുറച്ചധികം ചോദ്യങ്ങൾക്ക് കൂടി പോലീസിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അരുൺകുമാർ, ഓക്കെ, ഒരിക്കലും പിടികൂടാൻ കഴിയില്ല എന്ന് നൌഷാദ് വിശ്വസിച്ചു. പക്ഷേ നിങ്ങൾ ഒരു കാര്യം തെറ്റിപ്പോയി. ആ കേസ് അന്വേഷിച്ചത് കേരള പോലീസാണ്. പോലീസ് അതിൻ്റെ തുമ്പുകളെല്ലാം ഇങ്ങനെ ചേർത്ത് വെച്ച് വർഷങ്ങൾ നടത്തിയ അന്വേഷണത്തിൻ്റെ ഒടുവിലാണ് നൌഷാദിനെ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഹേമചന്ദ്രൻ വധക്കേസിൽ.